കോലഞ്ചേരിയിൽ 3 വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞു കൊന്ന സംഭവം ഞെട്ടലുണ്ടാക്കുന്നതായിരുന്നു. ആ കുട്ടി പിതാവിന്റെ സഹോദരനാൽ ക്രൂര പീഡനങ്ങൾക്ക് ഇരയായെന്ന വാർത്ത മനസാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിലും സ്കൂളിലും അടക്കം ചൂഷണത്തിന് വിധേയമാവുകയും വളർത്തേണ്ട കൈകൾ കൊണ്ട് തന്നെ ജീവൻ നഷ്ടപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. 2019-21 കാലഘട്ടത്തിൽ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം 18-നും 29-നും ഇടയിൽ പ്രായമുള്ള 1.5% യുവതികളും 18 വയസ്സിന് മുമ്പ് ലൈംഗിക അതിക്രമം അനുഭവിച്ചതായി പറയുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളിൽ ലൈംഗിക പീഡനം നടത്തുന്നവർ പ്രധാനമായും പുരുഷന്മാരും കുട്ടികൾക്ക് പരിചയമുള്ള വ്യക്തികളുമാണ്. രാജ്യത്തെ ഏതൊരു പൗരനെയും പോലെ നിയമത്തിന്റെ പരിരക്ഷ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ലഭിക്കുന്നുണ്ട്. 1989 ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ച കുട്ടികളുടെ സാർവലൗകിക അവകാശ ഉടമ്പടി സുരക്ഷിതമായ ബാല്യത്തിനായി ഓരോ രാജ്യവും ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. 1992 ഇന്ത്യ ഈ ഉടമ്പടി അംഗീകരിച്ചു. ഉടമ്പടി പ്രകാരം അതിജീവനം, ഉന്നമനം, സംരക്ഷണം, പങ്കാളിത്ത അവകാശം എന്നിവ കുട്ടികൾക്ക് ഉറപ്പു നൽകുന്നു. കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനു വേണ്ടിയാണ് ഇന്ത്യൻ പാർലമെന്റ് 2012 പോക്സോ ആക്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ നിയമപ്രകാരം കുട്ടികൾക്കെതിരെയുള്ള എല്ലാത്തരം ലൈംഗിക ചൂഷണങ്ങളെയും നിയമം മൂലം നിരോധിച്ചിരിക്കുന്നു. 2012 ശിശുദിനത്തിൽ നിലവിൽ വന്ന നിയമത്തിന് 2019 ഭേദഗതി വരുത്തിയിരുന്നു. 18 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളെയും ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സുരക്ഷിതമാക്കുക എന്നതാണ് പോക്സോ ആക്ടിന്റെ ലക്ഷ്യം. ഇതനുസരിച്ച് ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് 7 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയുമാണ് ശിക്ഷ. ഗൗരവകരമായ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള ആക്രമണത്തിന് 10 വർഷം മുതൽ ജീവപര്യന്തം വരെ കഠിന തടവും പിഴയുമാണ് ശിക്ഷ. അശ്ലീല കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികളെ ഉപയോഗിച്ചാൽ 5 വർഷം വരെ തടവും പിഴയും ശിക്ഷ വിധിക്കുവാൻ കഴിയും. പോക്സോ നിയമപ്രകാരം ഉപദ്രവിക്കപ്പെട്ട കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിനും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ട്. കുട്ടിയുടെ വീട്ടിൽ വെച്ചോ, താമസിക്കുന്ന സ്ഥലത്ത് വെച്ചോ, അല്ലെങ്കിൽ കുട്ടിക്ക് താല്പര്യമുള്ള സ്ഥലത്ത് വെച്ചോ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഒരു വനിതാ പോലീസ് ഓഫീസർ കുട്ടി കാര്യങ്ങൾ പറയുന്ന ക്രമത്തിൽ രക്ഷിതാക്കൾ അല്ലെങ്കിൽ കുട്ടിക്ക് വിശ്വാസമുള്ള ഒരാളുടെ സാന്നിധ്യത്തിൽ വെച്ച് വേണം രേഖപ്പെടുത്താൻ. പീഡനത്തിന് ഇരയാകുന്നത് പെൺകുട്ടിയാണെങ്കിൽ വൈദ്യപരിശോധന നടത്തേണ്ടത് വനിതാ ഡോക്ടറായിരിക്കണം. കുട്ടിയുടെ രക്ഷിതാക്കളുടെയോ കുട്ടിക്ക് പൂർണ്ണ വിശ്വാസമുള്ള ഒരാളുടെയോ സാന്നിധ്യത്തിൽ രഹസ്യമായിട്ടായിരിക്കണം വിചാരണ നടത്തേണ്ടത്. 12 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുന്നത് വധശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത് 20 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇതുകൂടാതെ കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയോ ബോധ്യപ്പെടുകയോ ചെയ്തിട്ടുള്ള കുട്ടികളുടെയും സാമൂഹികമായി ബുദ്ധിമുട്ടുന്ന കുട്ടികളുടെയും പരിചരണം, സംരക്ഷണം, വികസനം, ചികിത്സ, സമൂഹത്തിലേക്കുള്ള അവരുടെ പുനർസംയോജനം എന്നിവ സാധ്യമാക്കുന്നതിനുള്ള നിയമമാണ് 2015 ഭേദഗതി ചെയ്ത ജുവനൈൽ ജസ്റ്റിസ് ആക്ട്. ഇതുപ്രകാരം ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ബാല്യം നൽകുക എന്നത് രാജ്യത്തിന്റെ കടമയാണ്. ഈ നിയമപ്രകാരം 18 വയസ്സ് വരെയുള്ള ഏതൊരാളെയും കുട്ടിയായി നിർവചിച്ചിരിക്കുന്നു. കുട്ടിയെ ശിക്ഷകളിലൂടെയല്ല കൗൺസിലിംഗിലൂടെ മികച്ച ജീവിതത്തിലേക്ക് എത്തിക്കാനാണ് ഈ നിയമം ശ്രമിക്കുന്നത്. ഈ നിയമപ്രകാരം നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി, ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടി എന്നിങ്ങനെ കുട്ടികളെ രണ്ടായി തിരിച്ചിരിക്കുന്നു. കുറ്റം ചെയ്തു എന്ന് ആരോപിക്കപ്പെടുകയോ ബോധ്യപ്പെടുകയോ ചെയ്തിട്ടുള്ള കുട്ടികളെയാണ് നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടി എന്ന് പറയുന്നത്. ബാലവേല ചെയ്യുന്ന കുട്ടികൾ, ഭിക്ഷാടനം നടത്തുന്ന കുട്ടികൾ, അത്യാഹിതത്തിൽപ്പെട്ട കുട്ടികൾ, HIV അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിച്ച കുട്ടികൾ, ശാരീരിക ലൈംഗിക പീഡനത്തിന് ഇരയായ കുട്ടികൾ, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട കുട്ടികൾ, മാതാപിതാക്കൾ ഉപേക്ഷിച്ച കുട്ടികൾ തുടങ്ങിയവരാണ് ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികൾ എന്ന വിഭാഗത്തിൽ വരുന്നത്. ഈ കുട്ടികളുടെ പുനരധിവാസത്തിനും സംരക്ഷണത്തിനും ആവശ്യമായ സംവിധാനങ്ങൾ ബാലനീതി നിയമം അഥവാ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഉറപ്പുവരുത്തുന്നു. ബാലനീതി നിയമപ്രകാരം നിയമവുമായി പൊരുത്തപ്പെടുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ കുറ്റം ചെയ്തതായി ആരോപിക്കപ്പെടുന്ന കുട്ടികളുടെ കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ്. 3 അംഗങ്ങൾ അടങ്ങുന്ന ഈ സംവിധാനത്തിൽ അതാതു ജില്ലകളിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ചെയർമാനായിരിക്കും. 2 സാമൂഹിക പ്രവർത്തകർ കൂടി അംഗങ്ങളായ ഈ ബെഞ്ചിൽ കുറഞ്ഞത് ഒരു വനിതയെങ്കിലും ഉണ്ടായിരിക്കണം. ബാലനീതി നിയമപ്രകാരം രക്ഷിതാവോ കസ്റ്റോഡിയനോ കുട്ടികളെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ അവഗണിക്കുകയോ ഇതിലൂടെ കുട്ടികൾക്ക് മാനസിക ശാരീരിക സമ്മർദ്ദം ഏൽക്കുകയോ ചെയ്താൽ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. ഭിക്ഷാടനത്തിന് കുട്ടികളെ ഉപയോഗിച്ചാൽ 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. കുട്ടികളെ മദ്യം, മയക്കുമരുന്ന് മുതലായവയുടെ വിൽപ്പനയ്ക്കോ കള്ളക്കടത്തിനോ ഉപയോഗിച്ചാൽ 7 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ശിക്ഷ ലഭിക്കും. അനധികൃതമായി കുട്ടികളെ ദത്തെടുത്താൽ 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കും. ഇത്തരത്തിൽ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്.
ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും ചേർന്നതാണിത്. ചെയർപേഴ്സൺ കുട്ടികളുടെ അവകാശ സംരക്ഷണ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ആളായിരിക്കണം. അംഗങ്ങളിൽ ഒരാളെങ്കിലും വനിതയായിരിക്കണം. കേരളത്തിലെ 14 ജില്ലകളിലും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സേവനങ്ങൾ ലഭ്യമാണ്. കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാകുന്ന കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് കമ്മിറ്റിയാണ്. അവർക്ക് ആവശ്യമായ ശ്രദ്ധയും സംരക്ഷണവും ഇവർ നൽകുന്നു. ഇത്തരത്തിൽ കുട്ടികളുടെ പുനരധിവാസത്തിനൊപ്പം കാണാതെ പോയ കുട്ടികളെ കണ്ടെത്തുന്നതിനും വീടുകളിൽ തിരികെ എത്തിക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ്. ദത്തെടുക്കൽ, ഫോസ്റ്റർ കെയർ, സ്പോൺസർഷിപ്പ് എന്നിവയും ബാലനീതി നിർദ്ദേശിക്കുന്ന മറ്റു സംവിധാനങ്ങളാണ്. കുട്ടികളെ ബയോളജിക്കൽ പേരൻസിൽ നിന്നും സ്ഥിരവും നിയമപരവുമായി വേർപെടുത്തി മറ്റൊരാൾക്ക് നിയമപരമായ എല്ലാ അവകാശങ്ങളോടും കൂടി കൈമാറുന്ന സംവിധാനമാണ് ദത്തെടുക്കൽ. ദത്തെടുക്കൽ ആജീവനാന്തമാണ്. ദത്തെടുക്കപ്പെടുന്ന കുട്ടിക്ക് എല്ലാ കാര്യത്തിലും അവകാശമുണ്ടായിരിക്കും. സ്വന്തം കുടുംബത്തിൽ നിർത്താനോ ദത്തെടുക്കുവാനോ കഴിയാത്ത കുട്ടികൾ താൽക്കാലികമായി മറ്റൊരു കുടുംബത്തിൽ പാർപ്പിക്കുവാൻ അനുവദിക്കുന്നതാണ് ഫോസ്റ്റർ കെയർ എന്ന് പറയുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുവാൻ നൽകുന്നത്. ഇതുകൂടാതെ കുട്ടിയെ അവരുടെ വീട്ടിൽ തന്നെ നിർത്തി ധനസഹായം നൽകി അവർക്ക് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ലഭ്യമാക്കുന്ന സംവിധാനമാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നത്. കുടുംബത്തിനൊപ്പം താമസിക്കുവാൻ കുട്ടിയെ സഹായിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് വഴിയാണ് ഇതിനുള്ള ധനസഹായം നൽകുക. കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ അംഗീകൃത അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കുന്നതിനോ സറണ്ടർ ചെയ്യുന്നതിനോ ഉള്ള സംവിധാനം നമ്മുടെ സമൂഹത്തിലുണ്ട്. കുഞ്ഞിനെ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കുന്നയാളുടെ വ്യക്തിത്വം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു നിയമ നടപടികൾക്കും മാതാവോ ബന്ധപ്പെട്ടവരോ വിധേയരാകേണ്ടി വരില്ല. അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിക്കപ്പെടുന്ന കുട്ടികൾ നിയമപരമായി ദത്തെടുക്കൽ പ്രക്രിയയ്ക്ക് അർഹരാണ്. മറ്റൊന്നാണ് കുട്ടികളുടെ സറണ്ടർ. ശാരീരിക, മാനസിക അല്ലെങ്കിൽ സാമൂഹിക കാരണങ്ങളാൽ കുട്ടിയെ പരിപാലിക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടിയെ CWCയുടെ സംരക്ഷണയിൽ ഏൽപ്പിക്കാം. സറണ്ടർ എന്നത് കുട്ടികളെ ഉപേക്ഷിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ്. വിവാഹിതരായ ദമ്പതികളുടെ കാര്യത്തിൽ കുട്ടിയെ സറണ്ടർ ചെയ്യാൻ മാതാവിന്റെയും പിതാവിന്റെയും സമ്മതം ആവശ്യമാണ്. എന്നാൽ വിവാഹേതര ബന്ധത്തിൽ ജനിച്ച കുട്ടിയാണെങ്കിൽ അമ്മയുടെ സമ്മതം മാത്രം മതിയാകും. എല്ലാത്തരം ചൂഷണങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളുടെ ജീവനും വ്യക്തിത്വവും സംരക്ഷിക്കുവാൻ ഇത്രയധികം നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ അവർ ചൂഷണത്തിന് വിധേയരാകുന്നതും ജീവൻ നഷ്ടപ്പെടുന്നതും ദൗർഭാഗ്യകരമാണ്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ നിയമങ്ങളെക്കുറിച്ചുള്ള അറിവ് സഹായകരമാകും.